പ്രവാചകന്മാരോട് അവര് ആദർശത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്നപ്പോ ശത്രുക്കൾ വെല്ലുവിളിയുടെ സ്വരത്തിൽ പറഞ്ഞു, എതിരാളികൾ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു, പ്രവാചകന്മാരെയാണ് വെല്ലുവിളിക്കുന്നത്. എന്താ അവര് ചെയ്ത തെറ്റ്? ആദർശത്തിന്റെ വഴിയിൽ ഉറച്ചു നിന്നു എന്ന കാര്യം കൊണ്ടാണ്, എന്ന വിഷയം കൊണ്ടാണ് എതിരാളികൾ ശത്രുക്കൾ അവരെ വെല്ലുവിളിച്ചത്. എന്താ വെല്ലുവിളിച്ചത്? പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്, ലനുഖ്രിജന്നകും മിൻ അർളിനാ, ഞങ്ങൾ നിങ്ങളെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്നതാണ്. ഖുർആനായി പറയുന്നത്. ആദർശത്തിന്റെ വഴിയിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ, കാഴ്ചപ്പാട് കൃത്യമായതിന്റെ പേരിൽ, കൃത്യമായ കാഴ്ചപ്പാട് പ്രചരിപ്പിച്ചതിന്റെ പേരിൽ എതിരാളികൾ വെല്ലുവിളിക്കുകയാണ്, ലനുഖ്രിജന്നകും മിൻ അർളിനാ, ഞങ്ങൾ നിങ്ങളെ നാട്ടിൽ നിന്ന് ആട്ടിയോടിക്കുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആശയം ആദർശം ഒഴിവാക്കി ഞങ്ങളെ പാട്ടിന് വരണം, ഞങ്ങളെ പാട്ടിന് നിങ്ങൾ വന്നിട്ടില്ലെങ്കിൽ, ഞങ്ങൾ പറഞ്ഞ പോലെ നിങ്ങൾ വഴിക്ക് വന്നിട്ടില്ലെങ്കിൽ, ലനുഖ്രിജന്നകും മിൻ അർളിനാ, ഈ നാട്ടിൽ നിന്ന്, ഈ മഹല്ലിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ പുറത്താക്കുമെന്ന് വെല്ലുവിളിച്ചവരുടെ ചരിത്രം പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഞങ്ങൾ പറഞ്ഞതങ്ങ് കേട്ടോളണം. ആദർശമൊന്നും പറയാൻ പറ്റൂല, അങ്ങനത്തെ ഒരു സുന്നത്ത് ജമാഅത്ത് ഇവിടെ പറയാൻ പറ്റൂല, അങ്ങനത്തെ ഒരു ദീൻ ഇവിടെ മിണ്ടാൻ പറ്റൂല എന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കപ്പെട്ട പാരമ്പര്യത്തെ പരിശുദ്ധ ഖുർആൻ വിവരിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ പറയാണ്, അപ്പോ പ്രവാചകന്മാർക്ക് അല്ലാഹു അറിയിച്ചു കൊടുക്കുകയാണ്. എന്താ അറിയിച്ചു കൊടുക്കുന്നത്? ആ പ്രവാചകന്മാർക്ക് അല്ലാഹു അറിയിച്ചു കൊടുക്കുകയാണ്, ഈ അക്രമികളെ ഞാൻ കൈകാര്യം ചെയ്യുക തന്നെ ചെയ്യും. ആദർശത്തെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ആളുകളെ നാം ഹലാക്കാക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുകയാണ്. പ്രവാചകന്മാർക്കാണ് ഈ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ആദർശം പറഞ്ഞതിന്റെ പേരിൽ ആരെങ്കിലും ആക്രമിക്കുന്നുണ്ടെങ്കിൽ ആ ളാലിമീങ്ങളെ ഞാൻ ഹലാക്കിലാക്കുമെന്ന്, ആ ളാലിമീങ്ങളെ ഞാൻ കൈകാര്യം ചെയ്യുമെന്ന് അല്ലാഹ് തന്ന ഉറപ്പാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്ത് ഇബ്രാഹിം. ഇങ്ങനെ എത്രയെത്ര ആയത്തുകൾ, എത്രയെത്ര വിശദീകരണങ്ങൾ. ഇതിന്റെ പേരിലല്ലേ മഹാനായ ഹംബലി ഇമാം അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു നിഷ്ഠൂരമായി പീഡിപ്പിക്കപ്പെട്ടത്. അക്കാലത്തെ മുഅ്തസിലീങ്ങൾ കടുത്ത ബിദഈകൾ, ആ ബിദഈകളോട് പോരാടിയതിന്റെ പേരിലല്ലേ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ നടുപ്പുറത്ത് ചാട്ട വീണത്. മുഖത്തടിച്ചു അവർ. മഅ്മൂനിന്റെ പട്ടാളം വന്നുകൊണ്ട് ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്താഞ്ഞടിച്ചു, നടുപ്പുറത്തടിച്ചു, ഊരക്ക് ചവിട്ടി, മൂലക്ക് ഇട്ടുകൊണ്ട് വലിച്ചിഴച്ചു, നിരന്തരം പീഡിപ്പിച്ചുകൊണ്ടിരുന്നു. അന്നത്തെ ഭരണാധികാരിയായ, അന്നത്തെ ഏറ്റവും വലിയ അധികാരത്തിന്റെ പര്യായമായിരുന്ന മഅ്മൂനിന്റെ പട്ടാളം മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിനെ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ മാർഗത്തിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ അതിക്രൂരമായി പീഡിപ്പിച്ചുവെന്ന് അഖീദയുടെ കിതാബുകളിൽ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിക്രൂരമായി പീഡിപ്പിച്ചു, വർഷങ്ങളോളം പീഡിപ്പിച്ചു. സുന്നത്ത് ജമാഅത്തിന്റെ മാർഗത്തിൽ നിന്ന്, അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ വഴിയിൽ നിന്ന് മാറി നിൽക്കാൻ ഭരണാധികാരി ഉപദേശിച്ചു. ഒരു പൊടി മാറി നിന്നില്ല. മാറി നിൽക്കാതെയപ്പോൾ, ആദർശം വലിച്ചെറിയാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിച്ചപ്പോ പട്ടാളത്തെ വിട്ടുകൊണ്ട് മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു നിരന്തരം അടിച്ചുകൊണ്ടിരുന്നു, ചവിട്ടിക്കൊണ്ടിരുന്നു. മാരകമായ ആയുധങ്ങൾ ഉപയോഗിച്ച് ശരീരത്തിലേക്ക് നിരന്തരം കുത്തിക്കൊണ്ടിരുന്നുവെന്ന് ഇമാമിങ്ങൾ കിതാബുകൾ രേഖപ്പെടുത്തുകയാണ്. എത്ര പ്രയാസപ്പെട്ടാണ് ഈ സുന്നത്ത് ജമാഅത്തിനെ ഇവർ നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നിട്ടുള്ളത്. മഹാനായ അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റെ, അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഷർട്ട്
കുപ്പായം ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുവരപ്പെട്ടു. എന്നിട്ട് കൊണ്ടുവന്ന ആള് പറഞ്ഞു, ഈ കുപ്പായം അഹ്മദ് റളിയല്ലാഹു അൻഹുവിന്റേതാണ്, ഹംബലി ഇമാമിന്റേതാണ്. മഹാനവർകൾ അടി കിട്ടുന്ന സമയത്ത് ഈ ഷർട്ടായിരുന്നു ഇട്ടിരുന്നത്. ഇതിന്റെ മുകളിലാണ് അടി കൊണ്ടത്, ഇതിന്റെ മുകളിലാണ് ചാട്ട കൊണ്ടത്. ഇത് കേട്ടപ്പോ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു എന്റെ പ്രിയപ്പെട്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു അവര് പീഡിപ്പിക്കപ്പെട്ട സമയത്ത് ഉപയോഗിച്ച കുപ്പായമാണോ ഇത് എന്ന് ചോദിച്ചുകൊണ്ട് ആ കുപ്പായമെടുത്ത് മഹാനായ ഷാഫി റളിയല്ലാഹു അൻഹു വെള്ളത്തിൽ മുക്കുകയാണ്. ആ വെള്ളം കുടിക്കുകയാണ്. ആലോചിച്ച് നോക്കണം, അഹ്ലുസുന്നത്തി വൽ ജമാഅക്ക് വേണ്ടി, ആദർശത്തിന് വേണ്ടി പോരാടി ആ പോരാട്ടത്തിന്റെ വഴിയിൽ നിറയെ നിരന്തരം അടികൊണ്ട അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു ആ അടി കൊണ്ടപ്പോ ധരിച്ച കുപ്പായം ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹുവിന് കിട്ടിയപ്പോ അത് വെള്ളത്തിലിട്ട് തബറുക്കൻ കുടിക്കുകയാണ്. ആ വെള്ളം തലയിലൂടെ മുഖത്തുകൂടെ ഒഴിക്കുകയാണ്, തബറുക്കൻ ബറക്കത്തിന് വേണ്ടി. ഇതല്ലേ ആദർശത്തിന്റെ പാരമ്പര്യം? ഇതല്ലേ ആദർശത്തിന്റെ പാരമ്പര്യം? ഒന്നിച്ച് മഅ്മൂനിന്റെ പട്ടാളം ഒന്നിച്ച് പറയുകയാണ്, നിങ്ങൾ സുന്നത്ത് ജമാഅത്ത് ഒന്ന് വെടിഞ്ഞാ മതി, നിങ്ങളുടെ ആദർശം ഒന്ന് വലിച്ചെറിഞ്ഞാ മതി, നിങ്ങളൊന്ന് തിരിച്ചു പറഞ്ഞാ മതി, മുഅ്തസിലീങ്ങളെ എതിർക്കാതിരുന്നാ മതി, എങ്കിൽ നിങ്ങൾക്ക് എന്ത് അധികാരവും തരാമെന്ന് പറഞ്ഞപ്പോ ഒരു പൊടി ഞാൻ വിട്ടുവീഴ്ച ചെയ്യില്ല എന്ന് പറഞ്ഞ മഹാനായ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു തല്ല് കിട്ടിയിട്ടും ആ വഴിയിൽ നിന്ന് മാറിയില്ല. പട്ടാളക്കാരെ ചവിട്ടുകൊണ്ടു ആ വഴിയിൽ നിന്ന് മാറിയില്ല. മൂലക്കെട്ട് ആക്രമിച്ചു കൊണ്ടിരുന്നു, ആ വഴിയിൽ നിന്ന് മാറിയില്ല. ജയിലിട്ട് പീഡിപ്പിച്ചു കൊണ്ടിരുന്നു, ആ വഴിയിൽ നിന്ന് മാറിയില്ല. അങ്ങനെ ആ അടി കൊള്ളുമ്പോ ഇട്ട ഷർട്ട് ഇമാമുന ഷാഫി റളിയല്ലാഹു അൻഹു കിട്ടിയപ്പോ ആ ഷർട്ട് വെള്ളത്തിൽ മുക്കി, ആ വെള്ളം ബറക്കത്തിന് വേണ്ടി കുടിച്ചു, ആ വെള്ളം മുഖത്ത് ബറക്കത്തിന് വേണ്ടി ഒഴിച്ചു എന്ന് ഇമാമിങ്ങൾ കിതാബുകൾ രേഖപ്പെടുത്തുകയാണ്. എത്ര ഗൗരവമുള്ള വിഷയമാണിത്. ഞാൻ സുദീർഘമായി സംസാരിക്കുന്നില്ല. ഇത് തന്നെയല്ലേ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിന്റെ യജമാനൻ ഉമയ്യത്ത് ഇബ്നു ഖലഫ് ആയിരുന്നല്ലോ. അല്ലാഹുവാണ് ശരി എന്ന് പറഞ്ഞതിന്റെ പേരിൽ, അല്ലാഹുവാണ് ഏകൻ എന്ന ആദർശത്തിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ ഉമയ്യത്ത് ഇബ്നു ഖലഫ് എന്ന് പറയുന്ന യജമാനൻ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനെ അതിനിഷ്ഠൂരമായി പീഡിപ്പിക്കുകയാണ്, ചവിട്ടുകയാണ്. മലർത്തിക്കിടത്തി ചവിട്ടുന്നു, കമിഴ്ത്തിക്കിടത്തി ചവിട്ടുന്നു, നെഞ്ചിൽ കയറി നിൽക്കുന്നു, നെഞ്ചിലേക്ക് വലിയ പാറക്കല്ലുകൾ വലിച്ചെറിയുന്നു, മുഖത്ത് ഇടിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോഴൊക്കെ മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ടിരുന്നു, അഹദ് അഹദ് അഹദ്, പടച്ചവനെ നീ ഏകനാണ് റബ്ബേ, നീ ഏകനാണ്. ആദർശത്തിൽ ഉറച്ചു നിന്ന മഹാനായ ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹു അവരൊക്കെ മദദ് അല്ലാഹു നമുക്ക് വർഷിപ്പിച്ചു തരട്ടെ. ഇത് തന്നെയല്ലേ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു ആദർശത്തിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ കഴുമരത്തിലേക്ക് ശത്രുക്കൾ കൊണ്ടുപോവുകയാണ്. ആദർശത്തിൽ ജസ്റ്റ് ഒരു കോംപ്രമൈസിന് തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ ജീവിതം തരാം, അല്ലെങ്കിൽ നിങ്ങളെ ഇഞ്ചിഞ്ചായി ഞങ്ങൾ കൊന്നുകളയുമെന്ന് മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞപ്പോൾ യാതൊരു കോംപ്രമൈസിനും നിൽക്കാതെ മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു കഴുമരത്തിലേക്ക് നടന്നെടുക്കുന്ന ചരിത്രം ചരിത്ര ഗ്രന്ഥങ്ങളിൽ എത്ര മനോഹരമായ വിവരിക്കപ്പെട്ടത്. ആദർശത്തിന്റെ വഴിയിൽ എത്ര പ്രയാസം വന്നിട്ടും ഒരിഞ്ച് കോംപ്രമൈസ് ചെയ്യാതെ, ഒരു പൊടി വിട്ടുവീഴ്ച ചെയ്യാതെ കഴുമരത്തിലേക്ക് നടന്നെടുത്ത മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു. ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ആദർശത്തിൽ വിട്ടുവീഴ്ചയില്ല, നിങ്ങൾ എന്ത് ചെയ്താലും എന്ന് പറഞ്ഞപ്പോ ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോകുന്ന സമയത്ത് ഖാല ലഹും ഖുബൈബ് റളിയല്ലാഹു അൻഹു ദറൂനി അർക റകഅതൈൻ, ഞാനൊരു 2 റക്അത്ത് നിസ്കരിക്കട്ടെ എന്ന് ചോദിച്ചു. കൊല്ലാൻ കൊണ്ടുപോവാണ്.
ആദർശത്തിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ ശത്രുക്കൾ കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. ആ സമയത്ത് മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരു 2 റക്അത്ത് എന്റെ റബ്ബിന് വേണ്ടി നിസ്കരിക്കട്ടെ എന്ന് സമ്മതം ചോദിക്കുകയാണ്. അവരതിന് സമ്മതിക്കുകയാണ്. അങ്ങനെ 2 റക്അത്ത് നിസ്കരിക്കുകയാണ്. എന്നിട്ട് ഖുബൈബ് റളിയല്ലാഹു അൻഹു ഈ ശത്രുക്കളോട് പറയുകയാണ്, ലൗലാൻ തദുന്നു അന്നമാ ബിജസഅ ലതവൽതുഹാ, നിങ്ങള് എനിക്ക് മരിക്കാനുള്ള പേടി കൊണ്ടാണ് നിസ്കാരം ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകുന്നത് എന്ന് നിങ്ങൾ പറയില്ലായിരുന്നുവെങ്കിൽ, എന്ന് നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കില്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്റെ നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുമായിരുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് കഴുമരത്തിലേക്ക് മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു ആദർശത്തിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ കഴുമരത്തിലേക്ക് നടന്നെടുക്കുന്ന ചരിത്രം. എന്നിട്ട് ഖുബൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുമ്മ അഹ്സിഹിം മദദാ, പടച്ചവനെ ഈ ആദർശത്തിൽ ഉറച്ചു നിന്നതിന്റെ പേരിൽ എന്നെ വധിക്കുന്ന ഈ സംഘത്തെ റബ്ബേ നീ നശിപ്പിക്കണം അല്ലാ. ആദർശത്തിന് വെല്ലുവിളി സൃഷ്ടിക്കുന്ന, ആദർശത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ആളുകൾ റബ്ബേ അഹ്സിഹിം അദദാ, അവരെ നീ കൈകാര്യം ചെയ്യണേ എന്ന് മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ മനോഹരമായി വിവരിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നിട്ട് ആ കഴുമരത്തിന്റെ താഴെ നിന്നുകൊണ്ട് വധിക്കുന്നതിന് തൊട്ടു മുമ്പ് മഹാനവർകൾ പാടുകയാണ്, വലസ്തു ബാലിഹീന ഉഖ്തലു മുസ്ലിമാ അലാ ഐ ശിഖിൻ കാന ലില്ലാഹി മസ്റഈ വദാലിക ഫീ ദാത്തിൽ ഇലാഹി വഇയശ യുബാരിക അലാ ഔസാലി ശിൽവിൻ മുമസ്സഈ. നിങ്ങൾ എന്നെ എത്ര പീസാക്കി കൊന്നാലും, നിങ്ങൾ എന്നെ നുറുക്കി നുറുക്കി കൊന്നാലും, കഷ്ണിച്ച് കൊന്നാലും, ഏത് കോലത്തിൽ കൊന്നാലും എനിക്ക് വിഷയം അല്ല. ഞാൻ എന്റെ ഖാലിഖായ റബ്ബിന്റെ വഴിയിലാണ്, ആദർശത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എങ്ങനെ കൊന്നാലും എനിക്കത് വിഷയമല്ല എന്ന് മഹാനായ ഖുബൈബ് റളിയല്ലാഹു അൻഹു ആ മനോഹരമായി വിവരിച്ചത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വിവരിക്കപ്പെട്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത്, എന്ത് പ്രതിസന്ധി വന്നാലും, എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഈ സിറാത്ത് മുസ്തഖീം, ഈ ചൊവ്വായ വഴി, ശരിയായ വഴി, അഹ്ലു സുന്നത്തി വൽ ജമാഅയുടെ വഴി, അതാണ് 100 വർഷമായിട്ട് ബഹുമാനപ്പെട്ട സമസ്ത പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. വള്ളിപ്പുള്ളി തെറ്റാതെ 100 വർഷമായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ? ആരാണ് അഇമ്മത്ത്? ആരാണ് ദീനിന്റെ ഏറ്റവും നെടുന്തൂണുകളായിട്ടുള്ള മഹാരഥന്മാർ ആരാണെന്ന് ബഹുമാനപ്പെട്ട സമസ്ത പഠിപ്പിക്കുകയാണ്. എങ്ങനെ ബഹുമാനിക്കണം, ബഹുമാനിക്കപ്പെടേണ്ടതിനെ എങ്ങനെ ബഹുമാനിക്കണം, ആദരിക്കപ്പെടേണ്ടതിനെ എങ്ങനെ ആദരിക്കണം, ഇതൊക്കെ കൃത്യമായി പഠിപ്പിച്ചുകൊണ്ട് 100 വർഷമായി സമസ്തയുടെ പ്രയാണം തുടരുകയാണ്. എത്ര